ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു കട്ടൻ ചായ വെക്കാം. കട്ടൻ ചായ വെക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും നമ്മളുണ്ടാക്കുന്ന കട്ടൻ ചായ ഒരു സ്പെഷ്യൽ കട്ടൻ ചായ കാണിക്കാം. പുതിന ചേർത്ത പുതിന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ടെറസിൻ്റെ മേലെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടുന്ന് ഒരു 3-4 ഇല പറിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പുതിന ചേർത്ത കട്ടൻ ചായയാണ് ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ചായയിലേക്ക് പോവാം. നമ്മൾ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു. ഇനി വെള്ളം തിളക്കട്ടെ. നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടില്ല. നമുക്ക് വെള്ളം തിളക്കുന്നതിന് മുമ്പേ തന്നെ പഞ്ചസാര ചേർക്കാം. നമ്മളെ മധുരത്തിന് അനുസരിച്ച്. ഇപ്പം എല്ലാവരും ഷുഗർ കട്ടാണ്, അതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ചേർത്തില്ല. ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര മാത്രം ചേർത്തു. വെള്ളം തിളച്ചു വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ വെള്ളം തിളച്ചു വരുന്നതാണ്. അതിലേക്ക് ചായപ്പൊടി, വളരെ കുറച്ച് ചായപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കട്ടൻ ചായക്ക് ഒരുപാട് സ്ട്രോങ് ആയാൽ ഇവിടെ ഇഷ്ടമല്ലാർക്കും. ഇത് വെറും 2 ഗ്ലാസ് കട്ടൻ ചായ മാത്രമാണ്. ഞാനും ഭർത്താവും മാത്രം കുടിക്കാനാണിപ്പം. മക്കൾക്കൊന്നും കട്ടൻ ചായ ഇപ്പോൾ വേണ്ട, അവർക്കത്ര ഇഷ്ടമല്ല. ചായ നന്നായിട്ട് തിളച്ചു. അപ്പോൾ അതിലേക്ക് ഒരു 3-4 പുതിന ഇലകളും കൂടി അതിനകത്തേക്ക് ഇട്ടു. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുതിനയാണ്. നല്ല മണമാണ്. തീ താഴ്ത്തി വെച്ചിട്ട് ഒന്നും കൂടി തിളക്കട്ടെ. പുതിനയുടെ മണം ഉള്ള ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പുതിന ഭയങ്കര ഹെൽത്തിയാണ്. ശരീരത്തിന് വളരെ നല്ല സാധനമാണ് പുതിന. വയറ്റിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ഒക്കെ പുതിന ഇല വെറുതെ തിന്നുകയോ അല്ലെങ്കിൽ അതിൻ്റെ നീര് കഴിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ്. ഞങ്ങൾ ഈ പുതിന ഇല കൊണ്ട് പാനിപ്പൂരി ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ വെള്ളം ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. ചായ തിളച്ചു. തീ ഓഫ് ചെയ്തു. ചായ നിശ്ചലമായി. ഇനി ഒരു പാത്രത്തിലേക്ക് ചായ അരിച്ചൊഴിക്കുന്നു. ഇതാണ് നമ്മുടെ കട്ടൻ ചായ. ആവി പറക്കുന്ന കട്ടൻ ചായ കപ്പിലേക്ക് ഒഴിക്കുന്നു. എനിക്ക് കുറച്ച് കുറവ് മതി കട്ടൻ ചായ, പക്ഷേ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നല്ല പുതിന മണമേറുന്ന കട്ടൻ ചായ. വേണമെങ്കിൽ ഈ കട്ടൻ ചായയുടെ മേലെ ഓരോ പുതിന ഇലകളും കൂടി ഇടാം. നമ്മൾ ഇടുന്നില്ല. അപ്പം നമ്മൾ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് അഭിപ്രായം എന്ന് നോക്കാം. ചായ റെഡി. കട്ടൻ ചായ റെഡി. ചൂടുണ്ടേ. കട്ടൻ ചായ നന്നായിട്ടുണ്ടെന്നാണ് അഭിപ്രായം. ഓക്കെ.